പ്രിയമുള്ളവരെ, ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിൻ്റെ വിവാദവുമായി ബന്ധപ്പെട്ട് രസകരമായ ഒരു പോസ്റ്റ് വായിക്കുന്നതിനിടയായി. പോസ്റ്റ് ഇങ്ങനെയാണ്: ഗണേഷ് കുമാറിൻ്റെ ഭാര്യ വാളകത്തുള്ള ഗണേഷ് കുമാറിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഗണേഷ് കുമാർ കറണ്ട് അടിച്ചെന്നതുപോലെ കിടന്നു പിടയുന്നത് കണ്ടു. അപ്പോൾ സ്വാഭാവികമായും ഭാര്യ എന്ന രീതിയിൽ ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ഭർത്താവിനെ രക്ഷിക്കുവാൻ വേണ്ടി അടുപ്പിലുണ്ടായിരുന്ന ഒരു വിറകെടുത്ത് ഗണേഷ് കുമാറിനെ അടിച്ചു. ആ വൈദ്യുതേഘാതമേറ്റ സ്ഥലത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ചു. അതിനിടയിൽ ഗണേഷ് കുമാറിൻ്റെ അടിയിൽ നിന്നൊരു പെണ്ണ് ഓടി രക്ഷപ്പെടുന്നത് കണ്ടു എന്നാണ് വളരെ ഹാസ്യാത്മകമായി ഒരാൾ ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, കമൻ്റായിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്കത് ഹാസ്യാത്മകമായി തോന്നാമെങ്കിലും ഒരു ഭാര്യ എന്ന രീതിയിൽ ഒരു ഭർത്താവിൻ്റെ അവിഹിതം കണ്ടു നിൽക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ ദുഃഖം അല്ലെങ്കിൽ ഗതികേട് അത് എത്ര വിവരിച്ചാലും തീരില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഗണേഷ് കുമാർ ഇപ്പോൾ ആ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അദ്ദേഹം ഭാര്യയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു, ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം ഗണേഷ് കുമാറിന് തൽക്കാലം രക്ഷപ്പെടണം. ഈ വിവാദം ഇങ്ങനെ കത്തി നിന്നാൽ ഒരു പക്ഷേ പത്തനാപുരത്ത് LDF സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല. കാരണം LDF മുന്നോട്ട് വയ്ക്കുന്ന സ്ത്രീ സുരക്ഷയ്ക്കൊക്കെ എതിരായിരിക്കും അത് എന്നതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ചും ഒരു അതിജീവിതയെ വെച്ചാണ് LDF അവരുടെ ഒരു പരസ്യം തന്നെ ചെയ്തിരിക്കുന്നത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട്. അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഗണേഷ് കുമാറിനെ പോലെയുള്ള ഒരാളെ സീറ്റ് കൊടുത്താൽ, പ്രത്യേകിച്ചും ഭാര്യയെ ആ അവിഹിതം കണ്ടുപിടിച്ചതിൻ്റെ പേരിൽ തല്ലുന്ന ഒരു ആൾക്ക് സീറ്റ് കൊടുത്താൽ LDFനെ സംബന്ധിച്ച് അവരുടെ സാധ്യതകൾ അടഞ്ഞു പോകും എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ രമ്യമായി പരിഹരിക്കുവാനാണ് CPM ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയും അതുപോലെയുള്ള LDF നേതൃത്വവും ഒക്കെ ഇടപെട്ട് ഭാര്യയും ഗണേഷ് കുമാറും തമ്മിൽ ഒരു രമ്യതയിൽ എത്തുന്നു എന്നതാണ് ഇപ്പോൾ വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ബിന്ദു എന്ന് പറയുന്ന ഗണേഷ് കുമാറിൻ്റെ ഭാര്യ പറയുന്നത് ഗണേഷ് കുമാർ തനിക്ക് ദൈവതുല്യനാണ്, ഗണേഷ് കുമാറില്ലാതെ ജീവിക്കാൻ പറ്റില്ല, എന്താണ് അബദ്ധം എല്ലാവർക്കും പറ്റും, അതുകൊണ്ട് ഗണേഷ് കുമാറിന് മാപ്പ് കൊടുക്കുവാൻ തയ്യാറാണെന്നാണ്. ഇത് ഗണേഷ് കുമാർ അവസരോചിതമായി നടത്തിയ ഒരു ഇടപെടലിൽ ആണ് എന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് വരും കാലങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് വ്യാമോഹിക്കുവാൻ തരമില്ല. അദ്ദേഹം ഇലക്ഷൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിക്കണം, അല്ലെങ്കിൽ കോൺഗ്രസും UDFും ഒക്കെ, പ്രത്യേകിച്ചും ജ്യോതികുമാർ ചാമക്കാലയാണ് അവിടെ പത്തനാപുരത്തെ സ്ഥാനാർത്ഥി, അദ്ദേഹമൊക്കെ ഇത് പൊതുജന മധ്യത്തിൽ കൊണ്ടുവരും. സ്ത്രീ സുരക്ഷയെ പറ്റിയുള്ള LDFിൻ്റെ കപട മുഖങ്ങളൊക്കെ അഴിഞ്ഞു വീഴും എന്നതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഇത് രമ്യതയിലെത്തി എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും നമ്മളൊരു കാര്യം ചർച്ച ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ആദ്യ ഒരു ആരോപണം ഇങ്ങനെ ഗണേഷ് കുമാറിനെതിരെ ഉണ്ടാകുമ്പോൾ യാമിനി തങ്കച്ചൻ, അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ, ഇങ്ങനെ അവിചാരിതമായി അദ്ദേഹത്തെ മറ്റൊരു സ്ത്രീയുടെ ഒപ്പം കാണുകയും അതുപോലെ ആ സ്ത്രീയുടെ ഭർത്താവ് വന്ന് ഗണേഷ് കുമാറിനെ അടിക്കുകയും ഒക്കെ ചെയ്ത സന്ദർഭത്തിൽ യാമിനി തങ്കച്ചൻ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഒരു പരാതി നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി അന്ന് ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിക്കെതിരെ അപവാദങ്ങളൊക്കെ സരിതയെ മുൻനിർത്തി പറഞ്ഞു പരത്തിയതെന്നതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ അതേ ഒരു ആരോപണം ഗണേഷ് കുമാറിനുണ്ടാകുമ്പോൾ അന്ന് ഉമ്മൻചാണ്ടി നടപടിയെടുക്കുന്നതിന് അമാന്തിച്ചതിൻ്റെ പേരിൽ വിമർശിച്ച പിണറായി വിജയനാണ് കാലത്തിൻ്റെ കാവ്യനീതി പോലെ മുഖ്യമന്ത്രി. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഈ പ്രശ്നം ഒരു രമ്യമായി പരിഹരിക്കുവാനുള്ള ശ്രമത്തിലേക്ക് നടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഇരട്ടത്താപ്പിലൊക്കെ അല്പം വിഷമമുണ്ടാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന് മാധ്യമങ്ങളുടെ നിലപാടാണ്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ സമയത്ത് ഓരോ കാര്യങ്ങളും 24 മണിക്കൂർ ഇങ്ങനെ ഫ്ലാഷ് ന്യൂസായി കൊടുത്തിരുന്ന, നിരന്തരം ചർച്ച ചെയ്തിരുന്ന ലക്ഷ്മി പത്മയെയും നമ്മളെ മൊട്ട അരുൺകുമാറിനെയും പോലെയുള്ള മാധ്യമ പ്രവർത്തകരൊന്നും ഇത് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലൈവായിട്ട് കണ്ടതാണ്. കാരണം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഈ സരിത എന്ന് പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടിയുമായി താൻ ലൈംഗികമായി ബന്ധപ്പെടുന്നതിൻ്റെ CD തമിഴ്നാട്ടിൽ എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കേരളത്തിലെ പോലീസ് ആ CD എടുക്കാൻ പോകുന്നതിൻ്റെ രംഗങ്ങൾ ലൈവായി ഏകദേശം 10-14 മണിക്കൂറുകൾ നിരന്തരം കാണിച്ചുകൊണ്ടിരുന്ന കേരളത്തിൻ്റെ മാധ്യമ മീഡിയകൾ ഈ കാര്യം കണ്ടില്ല എന്ന് നടിച്ച് സുഷുപ്തിയിലായിരിക്കണം. ഇതിനൊക്കെ പിന്നിൽ ശക്തമായ PR വർക്കുകളും ഒക്കെ ഉണ്ട്. നമ്മുടെ മാധ്യമങ്ങളെയൊക്കെയും വിലക്കെടുത്തിരിക്കുന്നു എന്നുതന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെയാണോ നരേന്ദ്രമോദി മാധ്യമങ്ങളെ കൈയടക്കി വെച്ചിരിക്കുന്നത്, അതേ ഫോഴ്സിൽ തന്നെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെയും PR വർക്കുകളായി മാറിയിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഏതായാലും പത്തനാപുരത്തെ ഇലക്ഷനിൽ ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും എന്ന് തന്നെയാണ് ചർച്ചകളൊക്കെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ജ്യോതികുമാർ ചാമക്കാലയാണ് അവിടെ ഇലക്ഷനിൽ മത്സരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ സംഭവഗതികളൊക്കെ പത്തനാപുരത്ത് ചർച്ചയാകും. പ്രത്യേകിച്ചും പത്തനാപുരത്തെ ജനങ്ങൾ ഉമ്മൻചാണ്ടിക്ക് ഗണേഷ് കുമാറിൽ നിന്നുണ്ടായ തിക്താനുഭവങ്ങൾ, ഉമ്മൻചാണ്ടി എന്ന സത്യസന്ധനായ ഒരു മനുഷ്യനെ ഇത്തരം അപവാദങ്ങളിലേക്ക് വലിച്ചിഴച്ച ഗണേഷ് കുമാറിന് ശക്തമായ
ഒരു താക്കീത് കൊടുക്കുവാൻ തയ്യാറായിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു പ്രതിഫലനം എന്തായാലും അവിടെ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. മറ്റൊന്നുകൂടിയുണ്ട്, ഗണേഷ് കുമാർ തൻ്റെ ഭാഗം ന്യായീകരിക്കുവാൻ വേണ്ടി പറയുന്നത് ഇത് പ്രണയമാണെന്നാണ്. കാരണം ഒരാൾക്ക് 10,000 5,000 പ്രണയമുണ്ട്, എനിക്ക് 5,000-ത്തോളം പ്രണയമുണ്ട്, പ്രണയിക്കണം, തീവ്രമായി പ്രണയിക്കണം എന്നാണ് കവികളും എഴുത്തുകാരും ഒക്കെ പറയുന്നത്. ജവഹർലാൽ നെഹ്റുവിന് പ്രണയമുണ്ടായിരുന്നു, അതുപോലെ മാധവിക്കുട്ടിക്ക് പ്രണയമുണ്ടായിരുന്നു എന്നാണ്. ഒരിക്കലും ജവഹർലാൽ നെഹ്റു ഒന്നും ഭാര്യയെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ച ഒരു കാര്യം നമ്മൾ ചരിത്രത്തിൽ എവിടെയും വായിച്ചിട്ടില്ല. അവരെ ഈക്വലായിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു ജവഹർലാൽ നെഹ്റു ഒക്കെ പോയിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഗണേഷ് കുമാർ ചെയ്യുന്നത് തൻ്റെ കള്ളവെടി കണ്ടുപിടിച്ചതിൻ്റെ പേരിൽ, അവർ ക്യാമറ എടുത്തതിൻ്റെ പേരിൽ അവരെ തല്ലുന്നു. അതുപോലെ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്ന് പറയുന്നത്, അവർ പിങ്ക് പോലീസിനെ വിളിച്ചു, പക്ഷേ പോലീസ് എത്തിയിട്ട് മന്ത്രിയോടൊപ്പം ചേർന്ന് ആണ് പോയത്, അടുത്തുള്ള വീട്ടുകാരെയൊക്കെ വിരട്ടി എന്ന് പറയുന്നു. അതുപോലെ പിങ്ക് പോലീസിൻ്റെ നിർവികാരതയാണ്, അവർ കാര്യമായി ഇടപെടാത്തതാണ് ഈ പ്രശ്നങ്ങളൊക്കെയും വീണ്ടും ഇത്രയും രൂക്ഷമാക്കിയതെന്ന് പറയുമ്പോൾ, നമ്മുടെ പോലീസ് സ്ത്രീ സമത്വമൊക്കെ പറയുന്ന പോലീസ് മന്ത്രിയാകുമ്പോൾ അല്ലെങ്കിൽ ഉന്നതരാകുമ്പോൾ നിശബ്ദരായി നിൽക്കുന്നു എന്നത് ഏറ്റവും വലിയ ഒരു അസ്വാഭാവികതയായി നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഒരു അതിജീവിതയെ കൊണ്ട് സർക്കാർ സ്ത്രീപക്ഷമാണ് അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന സർക്കാർ ആണ് എന്ന് പരസ്യം ചെയ്യുമ്പോൾ, ഒരു സ്ത്രീ മുഖ്യമന്ത്രിയുടെ മകളെ വരെ വിളിച്ചു പരാതി പറഞ്ഞു എന്ന് പറയുന്നു, അവർക്ക് പിന്നീട് പരാതി പിൻവലിക്കേണ്ടി വന്നു എന്ന് പറയുന്നു. അതൊക്കെയും സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണെന്ന് പറയുന്നു. കാരണം അവർ ആദ്യം ഈ സംഭവം ഉണ്ടായതിനു ശേഷം അവർ മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്, എനിക്ക് ഭയമുണ്ട്, കാരണം അപ്പുറത്ത് നിൽക്കുന്നത് തൻ്റെ ഭർത്താവാണെങ്കിൽ പോലും അയാൾ വളരെ സ്വാധീനമുള്ള ഒരു മനുഷ്യനാണ്, സിസ്റ്റങ്ങൾ, അതായത് പോലീസ് ഉൾപ്പെടെയുള്ള സിസ്റ്റങ്ങൾ എല്ലാം അയാളോടൊപ്പം ആണ് എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയുടെ നിസ്സഹായത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്തായാലും ഗണേഷ് കുമാർ എന്തൊക്കെ ന്യായീകരിച്ചാലും ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർ അപമാനിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പക്ഷേ എനിക്കറിയില്ല ഗണേഷ് കുമാറിന് കുട്ടികളുണ്ടോ ഈ വിവാഹത്തിലെന്നോ ഒക്കെ. ഒരുപക്ഷെ കുട്ടികളുടെയൊക്കെ ഭാവി മുൻനിർത്തി അവർ ബിന്ദു എന്ന് പറയുന്ന ഗണേഷ് കുമാറിൻ്റെ ഇപ്പോഴത്തെ വൈഫ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകുന്നതായിരിക്കാം. എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങൾ സർക്കാർ കൂടുതൽ കാര്യക്ഷമമായി എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നേരത്തെ ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ എടുത്തത് ഗണേഷ് കുമാറിൻ്റെ അല്ല, മുകേഷ് കുമാറിൻ്റെയാണ്. ആ ഇൻ്റർവ്യൂ എടുത്ത ആൾ നമ്മുടെ വീണ ജോർജ്, പിന്നീട് ആരോഗ്യമന്ത്രി ആയ ആളാണ്. അന്ന് മുകേഷിൻ്റെ ഭാര്യ സരിതയുടെ ഒരു ഇൻ്റർവ്യൂ ആണ് പണ്ട് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജ് എടുത്തത്. ആ ഇൻ്റർവ്യൂവിൽ സരിത പറയുന്ന ഒരു കാര്യമുണ്ട്, തൻ്റെ മുന്നിലൂടെ മുകേഷ് അന്യ സ്ത്രീകളെയും കൊണ്ട് കിടപ്പറയിലോട്ട് പോകുമായിരുന്നു എന്ന് പറയുന്ന ഒരു രംഗം നമ്മളെല്ലാവരും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അത് കാണാമായിരിക്കും. അങ്ങനെയുള്ള ഒരാളെ CPM പിന്നീട് MLA-യും ഒക്കെ ആക്കി പിന്നീട് ലോക്സഭയിൽ മത്സരിപ്പിക്കുന്ന ഒരു നിലപാടെടുത്തു. അപ്പോൾ CPM-ൻ്റെ ഒക്കെയും ഒരു സ്ത്രീപക്ഷ നിലപാടുകൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങിയാണ്. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.